എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ചെറിയ ഇൻട്രോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് കുറച്ച് ഫീഡ്ബാക്കുകൾ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് ടൈം നെറ്റ് എക്സാം എഴുതാൻ പോകുന്ന എത്ര വിദ്യാർത്ഥികളുണ്ട് ഈ കൂട്ടത്തില്? ജസ്റ്റ് യെസ് എന്നോ ഒരു 1 എന്നോ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി. എത്ര ആൾക്കാരുണ്ട്? ആരുമില്ല? ചാറ്റ് ബോക്സിൽ എസ് എന്നുള്ള ലെറ്ററോ അല്ലെ 1 എന്നുള്ള ലെറ്റർ? എല്ലാവരും വെറ്ററൻസ് ആണല്ലേ? കുറെ തവണ നെറ്റൊക്കെ എഴുതിയ ആൾക്കാരാണെന്ന് തോന്നുന്നു അല്ലേ? 3-4-5 പേരൊക്കെ വരുന്നുണ്ട്. ഓക്കെ. ഒരു 5-ലധികം അറ്റംപ്റ്റ് ആയ ആൾക്കാരോ? 5-ൽ കൂടുതൽ ആൾക്കാരായത്? ഇൻട്രോ ആയിട്ട് ഞാൻ ചോദിച്ചേ ഉള്ളൂ. ഓക്കെ, കുറച്ച് ആൾക്കാർ 1-2 പേര് 5-ലധികം അറ്റംപ്റ്റ് ആയവരുണ്ട്. അപ്പോ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന രീതിയിൽ 4-5 ആൾക്കാരായി. ഓക്കെ, എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന രീതിയിൽ തന്നെ സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. പുതിയ ആൾക്കാരാന്ന് തോന്നുന്നല്ലേ കൂടുതലും? ടീച്ചർ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. നമ്മുടെ സിലബസ് ഡിസ്കഷന്റെ ഭാഗം വരുമ്പോൾ വെറുതെ സിലബസ് നിങ്ങൾക്ക് പറഞ്ഞു പോവല്ല, ഓൾറെഡി നെറ്റ് എക്സാം എഴുതിയവർ കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ യൂണിറ്റില് ഏതൊക്കെ ഏരിയകൾ സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ഏരിയ വരുന്നുണ്ടെന്നും ടീച്ചറെ ഒന്ന് പറഞ്ഞേക്കണേ. അതിന് ടീച്ചറെ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? എനിക്ക് നിങ്ങളുടെ അടുത്ത് ആദ്യമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ ചെറിയൊരു പ്രസന്റേഷൻ ആട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളോട് ഓപ്പൺ ആയിട്ട് ഒരു കുറച്ചു നേരം സംസാരിക്കാന്നുള്ളതാണ് പ്ലാൻ. അപ്പൊ അതില് ബേസിക് ആയിട്ട് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, വളരെ ചെറിയൊരു 1-2 കണക്കുകളൊക്കെ ഞാൻ ചോദിച്ചോട്ടെ. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആയതുകൊണ്ടും DI ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഒരു DIയില് പകുതിയിലധികം ചോദ്യങ്ങൾക്ക് വേണ്ട ഒരു കോൺസെപ്റ്റ് കൂടി പഠിപ്പിച്ചു പോകുന്നതിനെ പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഒരു 5 മിനിറ്റ്സ് എടുത്തിട്ട് DIയിലെ പകുതി ചോദ്യങ്ങൾക്ക് വേണ്ട ഒരു ഐഡിയ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആണോ? അതോ വേണ്ടാന്ന് ഒപ്പീനിയൻ ഉള്ളവരുണ്ടോ? കണക്ക് പേടിയാന്നൊക്കെ ഉള്ളവര് ഇല്ലല്ലോ അല്ലേ? അപ്പോ ചെറിയ ഒരു കണക്ക് ഞാൻ ആദ്യം ചോദിച്ചോട്ടെ. 7/, മാജിക്കൽ ഇങ്ക് ആണല്ലേ? തന്നെ എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഒരു ചെറിയ കണക്ക് ചോദിക്കാം. 7/5 + 1/2 എത്രയാണെന്നൊന്ന് പറയാവോ? ഫ്രാക്ഷൻസിനെ പറ്റിയുള്ള ഒരു ബേസിക് ഐഡിയ വരുന്ന ഒരു ചോദ്യം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് DIയിൽ സ്ഥിരം ചോദിക്കുന്ന പെർസെന്റേജ് ഇൻക്രീസ്, ഡിക്രീസ്, ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്രിപ്പയറിംഗ് ഫോർ ആർട്സ് in city C is what percentage of number of female candidates appearing for commerce in city D എന്നൊക്കെ പറഞ്ഞ് വലിയ കാറും ചോദ്യങ്ങൾ കണ്ടിട്ടില്ലേ? അതിനെ ഒറ്റയടിക്ക് നമുക്കൊരു 10 സെക്കൻഡിൽ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് ചെയ്യാനുള്ള വഴിയും പറഞ്ഞുതരാം. ഇത് ആർക്കൊക്കെ കണ്ടുപിടിക്കാൻ അറിയാം? അല്ലെങ്കിൽ അറിയാത്തവരൊന്ന് പറഞ്ഞേ. അവരുടെ പ്രമോദൊക്കെ ഡെസിമൽ അടക്കമുള്ള ആൻസർ വരെ പറഞ്ഞു. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? എല്ലാവർക്കും അറിയാമെങ്കിൽ ഇത് പറയണ്ടല്ലോ. മഞ്ജു ഒക്കെ ആൻസർ പറയുന്നുണ്ട്, ജസ്ന പറയുന്നുണ്ട്. അറിയാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട് അല്ലേ? ഓക്കെ, ഇത് വളരെ ഈസി ആട്ടോ. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയാനുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോ ഒരു പിസ്സ 6 പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള പിസ്സ ഉണ്ട് എന്ന് കരുതാം. ഇത് 6 പീസല്ലേ? എന്റെ പിസ്സ അത്ര നന്നായിട്ടൊന്നുമില്ല. ഇതൊരു 8 പീസ് പിസ്സ ആണെന്ന് വിചാരിക്കുക. 8 പീസുള്ള പിസ്സ. പിസ്സ ഹട്ടിലൊക്കെ പോകുമ്പോൾ കാണില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പിസ്സ ആണെങ്കിലേ നമുക്ക് ഈ സംഭവത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം, ഇതിലെ ഒരു പീസ് തരാം, ഇതിലെ ഒരു പീസും തരാം. രണ്ടും ഈക്വൽ ആണോ? നിങ്ങൾ തന്നെ പറഞ്ഞേ, രണ്ടും ഈക്വൽ ആണോ? ഒരൊറ്റ 6 പീസുള്ള പിസ്സയിലെ ഒരു സ്ലൈസും 8 പീസായിട്ട് കട്ട് ചെയ്തതിലെ ഒരു സ്ലൈസും ഈക്വൽ ആണോ? അല്ല. അതാ ഇവിടെയും പ്രശ്നം. നോക്കിയേ, ഇത് 5 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിലെ 7ഉം ഇത് 2 കഷ്ണമായിട്ട് മുറിച്ചതിലെ ഒരു കഷ്ണം. ഇത് തമ്മിൽ കൂട്ടാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ പകരം ചെയ്യേണ്ടത് ഇവിടുത്തെ ബേസ് ഡിനോമിനേറ്റർ ഈക്വൽ ആക്കണം. അതിനുള്ള എളുപ്പ വഴി എന്താ? ഇവിടെയുള്ള ഈ നമ്പർ വെച്ച് ഇവിടെ മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ ആണെങ്കിലോ ഈ ഉള്ള 5 വെച്ചിട്ട് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇങ്ങനല്ലേ നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പണ്ട് പഠിച്ചിട്ടുള്ള സ്കൂളിൽ പഠിച്ചത്. ഇത് വിട്ടുപോയവരും വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് മറന്നുപോയെന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ എന്ത് വരും? താഴെ 10 വരും, മുകളില് 7 × 2 എത്രയാ? 14 വരും.
1 into 5 എത്രയാ? 19/10 എന്നാ കിട്ടുക. 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഒരു ഡെസിമൽ മാറ്റി കുത്തിട്ടാ മതി. ആൻസർ റെഡി ആയില്ലേ? കിട്ടാത്തവരൊരു സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തു വെച്ചോ. ഇനി ഡി ഐയിലെ പകുതി ചോദ്യങ്ങളും സോൾവ് ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ. എപ്പോഴും ഡി ഐ ചോദ്യങ്ങളിൽ അത് റേഷ്യോ ആവട്ടെ, ആവറേജിന്റെ ഐഡിയ ആവട്ടെ, പെർസെന്റേജിന്റെ ഐഡിയ ആവട്ടെ, റെഗുലർ ആയിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് എ ഈസ് ഡാഷ് പെർസെന്റേജ് ഓഫ് ബി. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവോ? ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് who have passed the exam in the commerce stream എന്നുള്ളതായിരിക്കും ചിലപ്പോൾ എയിൽ വരുന്നത്. ബി എന്നുള്ള പാർട്ടിൽ വരുന്നത് നമ്പർ ഓഫ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ അല്ലെങ്കിൽ പാസ്റ്റ് ആർട്സ് സ്ട്രീം ഫ്രം സിറ്റി ഡി, അല്ലെങ്കിൽ ഒളിമ്പിക്സ് ആവും. പലതും ചോദിക്കാം. ഇപ്പൊ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ബാഡ്മിന്റണിൽ പങ്കെടുത്ത ടീം മെമ്പേഴ്സ്, ഇതുപോലെ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ഫുട്ബോളിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം. ഇതൊക്കെ തന്നിട്ട് ഒന്ന് മറ്റൊന്നിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് സ്ഥിരം ചോദിക്കുന്ന പാറ്റേൺ. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഡി ഐയിൽ കാണും. കണ്ടിട്ടുള്ള ആരൊക്കെ ഉണ്ട്? ഒരു യെസ് പറഞ്ഞു. അല്ലെങ്കിൽ ചിലതില് വാട്ട് പെർസെന്റേജ് ഒന്നും ഉണ്ടാവും, ചിലതില് വാട്ട് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ലെസ് എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? വളരെ എളുപ്പമാണ് സംഭവം. ആദ്യം വരുന്ന സംഭവം എ മുകളില്, രണ്ടാമത് വരുന്നത് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണോ വാട്ട് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ലെസ് എന്ന് പറയുന്നത് എഴുതുക, ഇൻറ്റു 100 ചെയ്യുക. അത്രേ ഉള്ളൂ. എന്ത് എളുപ്പമായെന്ന് നോക്കിയേ. ഈ എയും ബിയും എന്താന്ന് നമുക്ക് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിടികിട്ടിയോ? എയും ബിയും എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആ ടേബിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ വാല്യൂസ് എടുക്കാൻ പറ്റും. റേഷ്യോ ആണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഇതൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഉത്തരം കിട്ടാൻ പലപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ഡി ഐ ഒക്കെ ഇംഗ്ലീഷിൽ ചോദിച്ച ചോദ്യം മാത്തമാറ്റിക്കൽ ആയിട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്കില്ലേ? ഉണ്ടോ ഇല്ലേ? സത്യം പറ. നമുക്ക് പലപ്പോഴും പറ്റാതെ പോകുന്നത് ആ ചോദ്യം ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യും അല്ലെങ്കിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ കിട്ടും എന്നറിയാത്തതല്ലേ. ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയില്ലേ? a/b × 100 ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇൻറ്റു 100 ചെയ്ത ആൻസർ ആവും. ഇതൊരു പകുതി ഡി ഐ ക്വസ്റ്റ്യൻസും ഇത് തന്നെയാണ്. നിങ്ങൾ ഇനി ഒരു റാൻഡം ആയിട്ട് ഒരു 10 ചോദ്യം എടുത്ത് ചെയ്തു നോക്ക് ഡി ഐ. ഇനി ഒരു 30 ദിവസം ഉണ്ടല്ലോ. ഡി ഐ പഠിക്കാനുള്ള ഒരേ ഒരു വഴിയേ ഉള്ളൂ, 10-30 സെറ്റ് എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഹാഫ് ആൻ അവർ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങൾ റെഡിയാവും. അതിന് നമുക്കൊരു ഡി ഐ മാസ്റ്റർ ക്ലാസ്സും എയിം JRF ടെസ്റ്റ് സീരീസും ഒക്കെ ഉണ്ട്. ലിങ്ക് നമ്മുടെ ജ്യോതിഷ് സാറോ നിതിൻ സാറോ കാണുന്നുണ്ടെങ്കിൽ സെഷനിൽ ഷെയർ ചെയ്യും. ഓക്കെ, I+ന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും അയക്കും. ഓക്കെ, നമുക്ക് ഇനിയാണെങ്കിൽ വാട്ട് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ലെസ് എന്നാണ് ചോദ്യമെങ്കിലോ, വാട്ട് പെർസെന്റേജ് മോർ അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ലെസ് എന്നാ ചോദ്യമെങ്കിലോ, നിങ്ങളൊന്ന് പറഞ്ഞേ. എ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ബി എന്ന് പറഞ്ഞാൽ വലിയ നമ്പർ ഇവിടെ ഏതായിരിക്കും? എ ആയിരിക്കും, ബി ആയിരിക്കും? എ ഈസ് വാട്ട് പെർസെന്റേജ് മോർ ദാൻ ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ നമ്പർ ഏതായിരിക്കും? ബി ആണോ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഉറപ്പായിട്ട് എ ആയിരിക്കും അല്ലേ? ബിയേക്കാൾ എത്ര പെർസെന്റേജ് കൂടുതൽ എന്നല്ലേ മലയാളത്തിൽ ആ ചോദ്യം വരുന്നത്. അപ്പോ എ വലുതാവുമ്പോ ഈ നമ്പര് 100 വെച്ചല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ലെസ് ദാൻ 100 ആയിരിക്കോ ഗ്രേറ്റർ ദാൻ 100 ആയിരിക്കോ? ആലോചിച്ചിട്ട് പറഞ്ഞേ. ലെസ് ദാൻ 100 ആണോ ഗ്രേറ്റർ ദാൻ 100 ആണോ? വേഗം പറ. ഓക്കെ, കുറച്ചു പേര് പറയുന്നു ലെസ് ആണോ മോർ ആണോ ഈ നമ്പര്? ഷാഹിദ പറയുന്നുണ്ട് മോർ ദാൻ 100 ആയിരിക്കുമെന്ന്. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു?
അറിയില്ല എന്ന് പറയുന്നുണ്ട്. കൂടുതൽ പേരും ഗ്രേറ്റർ ദാൻ 100 പറയുന്നുണ്ട്. കാര്യം എന്താ? ഇവിടെ എ വലുതാണെങ്കിൽ ഈ ഫ്രാക്ഷൻ എന്താവും? മോർ ദാൻ 1 ആവില്ലേ? എ വലിയ വാല്യൂ, ബി ചെറുതുമായി കഴിഞ്ഞാൽ ഈ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ മോർ ദാൻ 1 ആവും. അതിനെ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ 100 ആവില്ലേ നമ്മുടെ ആൻസർ? അപ്പൊ വാട്ട് പെർസെന്റേജ് മോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പെർസെന്റേജ് കിട്ടും. ഇപ്പൊ 135 ആണ് കിട്ടിയെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് 100 കുറയ്ക്കണം. അപ്പോഴേ വാട്ട് പെർസെന്റേജ് മോർ എന്ന് കിട്ടുള്ളൂ. വാട്ട് പെർസെന്റേജ് എന്ന് മാത്രം ചോദിച്ചാൽ നമുക്ക് ഏത് കിട്ടിയാനെ? 135 കിട്ടിയാൽ. വാട്ട് പെർസെന്റേജ് മോർ ദാൻ ബി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? -100 ചെയ്യണം. അപ്പൊ വാട്ട് പെർസെന്റേജ് ലെസ് എന്ന് ചോദിച്ചാലോ നമുക്ക് a ബൈ ബി ഇൻറ്റു 180 ആ കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യണ്ടേ? ഇതിൽ നിന്ന് 100 കുറച്ചാൽ മതി കേട്ടോ, പ്രശ്നമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? -20 അല്ലേ? എത്ര പെർസെന്റേജ് ലെസ്സാ? 20% ലെസ്. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? വാട്ട് പെർസെന്റേജ് മോർ എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ 100 കുറയ്ക്കണം. വാട്ട് പെർസെന്റേജ് ലെസ് എന്ന് ചോദിച്ചാലും 100 കുറയ്ക്കണം. അല്ലെങ്കിൽ 100-ൽ നിന്ന് ഈ 80 കുറച്ചാലും മതി കേട്ടോ. നെഗറ്റീവ് നമ്പറൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. രണ്ടും കണക്കാം. നമുക്ക് 20 എന്ന് കിട്ടും. ക്ലിയർ ആയവരൊരു തംസപ്പ് തന്നെ. ഈ ഐഡിയ ക്ലിയർ ആയവര് ഒരു തംസപ്പ് തന്നെ. ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് DIയിലെ ഒരു പകുതി ചോദ്യങ്ങള് വളരെ ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ടോ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് പരീക്ഷയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഇത് പ്ലാൻ ചെയ്യണം? ഈ സെഷന്റെ ഒടുവിലായിട്ട് ഏറ്റവും എളുപ്പമുള്ള 3 യൂണിറ്റുകൾ, നിങ്ങൾ ഒഴിവാക്കി കൂടാത്ത 3 യൂണിറ്റുകളെ പറ്റി കൂടി ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഫുൾ അറ്റൻഡ് ചെയ്യണം. ആദ്യം അതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആക്ട് സൈക്കിള് ഒന്ന് പറയാം. നമുക്ക് ഇനിയും എത്ര ദിവസമായി പരീക്ഷയ്ക്കുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കറക്ഷൻ വിൻഡോയും ഒക്കെ ക്ലോസ് ആവുകയാണ്. അപ്ലിക്കേഷൻ വിൻഡോ ഒക്കെ ഓൾറെഡി ക്ലോസ് ആയി കഴിഞ്ഞു. 2-3 ദിവസം എക്സ്റ്റൻഷനും കിട്ടിയായിരുന്നു. ഒരു 30 days പ്ലസ് ഒരു 5 days നമുക്കൊരു ഫൈനൽ റിവിഷൻ ഒന്നും കൂടി കൂട്ടിയാൽ അല്ലെ? ഇന്നിപ്പോ 15-ാം തീയതി ആയി. ഇനിയും ഒരു 15 ഈ മാസവും പിന്നെ ഒരു 20 ദിവസം, മാക്സിമം 35 days നമുക്കുണ്ട്. ഇന്നത്തെ ദിവസവും നമ്മുടെ തീർന്നു. അപ്പൊ നമ്മൾ ഈ 30 days പേപ്പർ 1-ഉം 2-ഉം പഠിക്കണ്ടേ? പേപ്പർ 1-ന് എത്ര മാർക്ക് ഉണ്ടോ? വേഗം പറഞ്ഞേ. പേപ്പർ 1-ന് എത്ര മാർക്കുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ. 100. പേപ്പർ 2-ന് 200. അപ്പൊ ഈ 30 days എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? നമ്മളൊരു 10 days പേപ്പർ 1-ന് സ്പെൻഡ് ചെയ്താൽ എത്ര ഡേയ്സ് പേപ്പർ 2-ന് കൊടുക്കണം? 20 days. ഇത് ലോജിക്കൽ ആണോ? അതോ വല്ല റോക്കറ്റ് സയൻസും ഉണ്ടോ? മാർക്കിന്റെ ബേസ് വേണ്ടേ നിങ്ങളുടെ ടൈം അലോട്ട് ചെയ്യാനും? പിന്നെ ഒരു ദിവസം മുഴുവൻ പേപ്പർ 1 പഠിക്കണോ, ഒരു ദിവസം മുഴുവൻ പേപ്പർ 2 പഠിക്കണോ എന്ന് ചോദിച്ചാൽ എന്റെ ഉത്തരം അങ്ങനെ ചെയ്യണ്ട. മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് പഠിക്കുന്നതായിരിക്കും നമ്മുടെ തലച്ചോറിനും നമുക്ക് തന്നെ ഒരു വെറൈറ്റി കൊണ്ടുവരാനൊക്കെ നല്ലത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളും ശരിക്ക് എന്നേക്കാൾ നിങ്ങളെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാൾ ആരാ? ഷഹാനയായാലും നേഹയായാലും രാജേഷിനൊക്കെ ആയാലും ഏറ്റവും നന്നായി അറിയുന്ന ആളാരാ? അലൻ എന്ന് പറയുന്ന വ്യക്തിയാണോ, അതോ I+ എന്ന് പറയുന്ന സ്ഥാപനമാണോ, അതോ അവനവനാണോ? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മെത്തേഡും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയവും നിങ്ങളുടെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയകളും നിന്റെ വീക്ക്നെസ്സുകളും ഒക്കെ അറിയുന്നത് അവനവനാണ്. പക്ഷെ അതിനെന്ത് വേണം? ഈ പ്ലാൻ എന്ന് പറയുന്ന പരിപാടി നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. സത്യമല്ലേ? കുറച്ച് ഫിലോസഫിക്കൽ ആയി കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കുറവുള്ള ഒരു കാര്യം എന്താ? നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ് അല്ലെ? ടൈമിനൊരു കുറവുമില്ല. എന്നായിരിക്കും നമ്മൾ ലാസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഉണർന്നിരുന്ന് മറ്റ് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതിരുന്നത്? അതായത് ഞാൻ ചോദിക്കുന്നത്, പഠിക്കുവല്ല, ഉറങ്ങുമല്ല, ഫോണിൽ തോണ്ടുമല്ല, ആരോടും സംസാരിക്കുകയല്ല, നിങ്ങൾ മാത്രമായിട്ട് ഒരു ഹാഫ് ആൻ അവർ ലാസ്റ്റ് സ്പെൻഡ് ചെയ്തത് എന്നാ എന്നുവെച്ചാൽ നിങ്ങൾ ചിന്തിച്ച സമയം. ഇപ്പൊ അഞ്ജന 5 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം? നല്ല പ്രാസം ഉണ്ടായിരുന്നല്ലേ അഞ്ജന 5 വർഷം. നേഹയാണെങ്കിൽ 4 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാ സ്ട്രൈവ് ചെയ്യുന്നത്? എന്റെ ഗോൾസ് എന്തൊക്കെയാ?
നെറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്റെ സ്ട്രോങ് ഏരിയകൾ എന്താ, എന്റെ വീക്ക് ഏരിയകൾ എന്തൊക്കെയാ, എന്റെ വീക്ക് ഏരിയകൾ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങളുടെ വിജയങ്ങളെ പറ്റിയും ചിന്തിക്കണം. പലപ്പോഴും ഈ പല അറ്റംപ്റ്റ് നടത്തുന്ന കുട്ടികൾ പരാജയങ്ങളെ പറ്റി മാത്രം ചിന്തിക്കുന്നുണ്ട്. ഞാൻ കുറെ തവണ ഫെയിലായി. നിങ്ങൾ വിജയിച്ച സംഭവങ്ങളില്ലേടോ പിള്ളേരെ? എന്ന് പറഞ്ഞേ. നിങ്ങള് ജീവിതത്തില് വിജയിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഒരു സ്ട്രോങ് എസ് പറഞ്ഞേ. നേഹയുടെ എസ്സിന് 2 എസ് ഉണ്ട്. അതുപോലെ എസ്സിന്റെ എണ്ണം അങ്ങോട്ട് കൂടട്ടെ. നിങ്ങള് ഡിഗ്രിയും PGയും ലൈഫില് പ്രധാനപ്പെട്ട പല പ്രശ്നങ്ങളും 2-3 പിള്ളേരെയൊക്കെ വളർത്തി കല്യാണമൊക്കെ കഴിച്ചാലോ സുഖമായിട്ട് അതിന്റെ സ്ട്രെസ് മാനേജ് ചെയ്ത് ഇൻലോസിനെയൊക്കെ മാനേജ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് സ്ട്രോങ് ആയിട്ട് വിജയിച്ച മക്കളാ അല്ലേ? പക്ഷേ നിങ്ങള് നെറ്റ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ സെൽഫ് ടോക്കും മനസ്സിൽ പറയുന്നതും നമ്മുടെ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും പിള്ളേരൊക്കെ എന്റെ അടുത്ത് വന്നു, സാറേ കിട്ടത്തില്ല സാറേ, 6-7 വട്ടമായി. അത് പരീക്ഷയോട് അടുക്കുമ്പോഴായി വെപ്രാളം കൂടുന്നത്. 5-6 മാസം മുമ്പൊന്നും വലിയ പ്രശ്നമില്ല, പഠിച്ചാൽ കിട്ടും എന്നൊക്കെ ക്ലാസ്സിൽ പറയും. ഇപ്പൊ എന്നെ വിളിച്ച് മാറ്റി നിർത്തി പറയും, സാർ ഒരു 5 മിനിറ്റ് സമയമുണ്ടോ, ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ. ഇപ്പൊ എറണാകുളത്ത് പോയപ്പോഴും കഴിഞ്ഞ ദിവസം ഒരാൾ എന്റെ അടുത്ത് പറഞ്ഞു, പരീക്ഷ അടുക്കും തോറും ഒന്ന് ടെൻഷൻ കൂടുക സാറേ, കിട്ടില്ല എന്നിങ്ങനെ തോന്നുന്നത്. കിട്ടില്ല എന്ന് തോന്നുമ്പം കിട്ടിയ കാര്യങ്ങൾ ഓർക്കണം. നമ്മൾ തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? അതുപോലെ ഡിസ്ട്രാക്ഷൻ വരുന്ന തോട്ട്സ് ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുന്നതും ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഒരു ഹാഫ് ആൻ അവറോ 10 മിനിറ്റോ ഇരുന്നിട്ട് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കണോ. നിങ്ങളൊക്കെ വിജയിച്ച മനുഷ്യരാ, ഇനിയും വിജയിക്കാൻ പോകുന്ന ആൾക്കാരാ. ഈ നെറ്റ് പരീക്ഷ, ഈ ജൂൺ സൈക്കിള് ഒന്നിന്റെ അവസാനവും അല്ല. അപ്പോ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളത് പഠനത്തില് വളരെ ഇമ്പോർട്ടന്റ്. വെപ്രാളം പിടിച്ച് എന്തെങ്കിലും കാര്യം നേരെ ജോലി ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചെയ്തിട്ടില്ല. വെപ്രാളമായി കഴിഞ്ഞാൽ അത് ഡ്രൈവിംഗ് ആവട്ടെ, കുഞ്ഞുങ്ങളോട് ഡീൽ ചെയ്യുന്ന കാര്യമാവട്ടെ, പഠിക്കുന്നതാവട്ടെ, ഓഫീസിലെ കാര്യങ്ങളാവട്ടെ, മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതൊക്കെ വെപ്രാളം ഉള്ളപ്പോഴാണ്. സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്ത, എന്നെ ട്രെയിൻ ചെയ്ത റൂക്കോൺ എന്നൊരു ജർമ്മൻകാരി എപ്പോഴും പറയുന്നത്, സ്ലോ ഈസ് ഫാസ്റ്റ്. സാവകാശം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ഇന്നൊരു ഹാഫ് ആൻ അവർ 1 അവർ ഇരിക്കും. നിങ്ങൾ അടുത്ത 30 ഡേയ്സ് നിങ്ങളുടെ വീക്ക് ഏരിയകൾ എന്ന് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ 1:2 സ്പ്ലിറ്റ് അപ്പിൽ ഓരോ യൂണിറ്റിന് എത്ര സമയം കൊടുക്കും, പേപ്പർ 2-ലും പേപ്പർ 1-ലും ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത് നോക്ക്. അതിൽ മാർക്ക് കുറഞ്ഞ ഏരിയകൾ ആദ്യം പഠിക്കുമെന്ന് തീരുമാനിക്കുക. ഈ 10 യൂണിറ്റ് ഒരേ ഓർഡറിൽ പഠിക്കണ്ട. എല്ലാ തവണയും 1ാമത്തെ യൂണിറ്റ് തൊട്ട് 10ാമത്തെ യൂണിറ്റ് വരെ അല്ലേ പഠിക്കുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള യൂണിറ്റുകൾ ആദ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് താരതമ്യേന നിങ്ങൾക്ക് എളുപ്പമുള്ള ഏരിയകൾ പഠിക്കുക. കാര്യം പരീക്ഷയോട് അടുക്കും തോറും നമ്മുടെ സ്ട്രെസ്സിന്റെ ഗ്രാഫ് ഇങ്ങനെയാ പോകുന്നത്. അപ്പൊ പാടുള്ളത് ലാസ്റ്റ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടും. അപ്പൊ എന്ത് ചെയ്യണം? അറിയുന്ന ഏരിയകൾ ആ സമയത്ത് പഠിക്കാൻ പാകത്തിന് പ്രോപ്പറായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കി 1:2 4th സെം എക്സാമും ഉണ്ട്. അപ്പോ എക്സാമിൽ ഫോക്കസ് ചെയ്യണം. കാര്യം നെറ്റ് പരീക്ഷ ഇനി എഴുതാം, 4th സെം എക്സാം ഇനി എഴുതാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്യുക കേട്ടോ. രണ്ടാമത്തെ ആണ്, എത്ര നന്നായിട്ട് പ്ലാൻ ചെയ്താലും ആക്ട് ചെയ്തില്ലെങ്കിൽ കാര്യമുണ്ടോ? നിങ്ങൾ പണ്ടൊരു കഥ പഠിച്ചിട്ടുണ്ടാവും. ഒരു മരം വെട്ടുന്ന ഒരാള് മരം വെട്ടാൻ വേണ്ടി ഒരു മത്സരം, രാജാവ് രാജകുമാരിയെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി മത്സരം നടത്തി. അപ്പൊ ഒരാള് ആക്സ് നമ്മുടെ കോടാലി മിനുക്കാതെ വെട്ടാൻ തുടങ്ങി. രണ്ടാമത്തെ ആള് നന്നായി മിനുക്കിയിട്ട് ലാസ്റ്റ് 10 മിനിറ്റ് മരം വെട്ടി ജയിച്ചു. പക്ഷെ ആ കഥയിൽ പറയാതെ വിട്ടുപോയ ഒരാളൂടെ ഉണ്ട്, മൂന്നാമത്തെ ആള്. അയാൾ ഈ 1 മണിക്കൂറും നന്നായിട്ട് ആക്സ് കോടാലി നന്നായിട്ട് മിനുക്കി, പക്ഷെ ഒരു വെട്ട് പോലും മരത്തി വെട്ടിയില്ല. ആൾക്ക് പെണ്ണ് കിട്ടിയിട്ടുണ്ടാവോ? രാജകുമാരിയെ കിട്ടിയിട്ടുണ്ടാവോ? ആൾക്ക് വീട്ടിൽ ചെന്നപ്പോ അമ്മ കരിക്കലം കൊണ്ട് തലയ്ക്കൊരെണ്ണം കൊടുത്തിട്ടുണ്ടോ? എടാ പൊട്ടാ, പൊളിറ്റിക്കലി കറക്റ്റ് അല്ല ചില വാക്കുകൾ, സോറി, എങ്കിലും ഞാൻ കൊളോക്കിയലായിട്ട് പറഞ്ഞതാ. എടാ നീ എന്ത് പണിയാ കാണിച്ചേ? മരം വെട്ടി മുറിച്ചിടണമെങ്കില് നീ ആക്സിന് മൂർച്ച കൂട്ടിയാൽ മാത്രം പോരാ, ഈ കോടാലി എടുത്ത് മരത്തിൽ 10 വെട്ടണ്ടേ? പ്രിപ്പയർ ചെയ്യുന്ന പലരും അങ്ങനെയാട്ടോ. ചിരിക്കുന്ന ഇമോജികളും സ്മൈലികളും ഒക്കെ ഞാൻ കണ്ടു. പക്ഷെ ഈ പ്ലാനിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും പേടിയാ. ഞാൻ പല കുട്ടികളുടെ അടുത്ത് ഒരാഴ്ച ഇങ്ങനെ പഠിച്ചിട്ട് എന്റെ അടുത്ത് വന്ന് ഫീഡ്ബാക്ക് പറയണമെന്ന് പറയും. പിന്നെ അവരെ ഞാൻ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലെ കാണാതെ പോകുന്ന കണ്ടിട്ടുണ്ട്. സത്യമാണോ? നിങ്ങൾ അധ്യാപകരാവുകയാണെങ്കിലേ നിങ്ങളുടെ അടുത്ത് പിള്ളേർ ആരെങ്കിലും വലിയ പ്രശ്നങ്ങൾ പറഞ്ഞു വരുവാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം, അവർക്ക് ഒരാഴ്ച ചെയ്യാൻ ചെറിയ ടാസ്കുകൾ കൊടുക്കുക. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അടുത്തൊരാഴ്ച 15 മിനിറ്റ് വീതം പഠിച്ചിട്ട് നിങ്ങൾ എന്താ പഠിച്ചതെന്ന് എന്റെ അടുത്ത് വന്ന് പറയണം. പിന്നെ അവരാ വഴിക്ക് കാണത്തില്ല.
എല്ലാവർക്കും വലിയ വലിയ പ്രഭാഷണങ്ങളും വലിയ പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ആക്ട് ചെയ്യുന്നവർ എത്ര പേരെ ഉണ്ടാവുള്ളൂ? ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ. ജെനുവിനായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? തിരിച്ചു വരും. ഞാൻ ഒരുപാട് ലോങ് ഡ്യൂറേഷനും പറയില്ല കേട്ടോ. നിങ്ങൾ 3 days ഇതൊന്ന് ചെയ്ത് നോക്ക്, 5 days ഇതൊന്ന് ചെയ്ത് നോക്ക്. അല്ലെങ്കിൽ ഇന്ന് മൺഡേ വിളിക്കുന്നെങ്കിൽ അടുത്ത മൺഡേ നിങ്ങൾ തിരിച്ചു വാ. അപ്പോഴല്ല നമ്മൾ പിന്നെ ഉപദേശിക്കുന്നതിൽ അർത്ഥമുള്ളൂ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ നിങ്ങളെ ഇന്ന് പിടിച്ചിരുത്തി 1 മണിക്കൂർ അങ്ങ് ഉപദേശിക്കുക, പ്ലാൻ പറഞ്ഞു തരാം. ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഈ പ്ലാൻ കൊണ്ട് വല്ല ഗുണമുണ്ടോ? പടത്തിലെല്ലാം പറയുന്നത് വല്ല പ്രയോജനം ഉണ്ടോ? അതുകൊണ്ട് പ്ലാൻ ചെയ്ത ഞാൻ അതുകൊണ്ട് 1/2 an hour 1 hour ഇന്ന് സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞു. നാളെ തൊട്ട് അത് പഠിക്കുക. പഠിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ ഞാൻ ആ കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറയുകയല്ല. നിങ്ങൾക്ക് ഫ്രീ റിസോഴ്സുകളും ഉണ്ട്, അത് ഉപയോഗിച്ചാലും ഒരു പ്രശ്നവുമില്ല. 10,000-ലധികം ചോദ്യങ്ങൾ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ 2025 ജാനുവരി കഴിഞ്ഞ എക്സാം ഇല്ലേ, അതിന്റെ അടക്കമുണ്ട്. ഈ പഠിക്കുന്നതിന്റെ കൂടെ ടെസ്റ്റുകൾ കൂടെ എടുത്തു നോക്കണം. അതുകൊണ്ടാണ് ഞാൻ ആ പോയിന്റ് പറഞ്ഞത്. ഈ കറക്റ്റ് എന്നുള്ള സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടന്റാ. പലരും വിട്ടുപോവുകയും ചെയ്യും. എല്ലാവരും ഇങ്ങനെ ആക്റ്റിൽ അങ്ങ് തങ്ങി നിൽക്കും. പ്ലാൻ ചെയ്യും, അതിൽ കുറെ പേര് പഠിക്കും, പക്ഷെ അവര് പഠിച്ചത് പ്രോപ്പർ അല്ല, നെറ്റിന്റെ പാറ്റേണിൽ അല്ലാതെ മനസ്സിലാക്കാൻ അവർ ഏത് ദിവസം വരെ വെയിറ്റ് ചെയ്യണോ? നിങ്ങൾ തന്നെ പറ. ജൂൺ 20-നും 30-നും ഇടയ്ക്ക് ശരിക്കുള്ള എക്സാം നടക്കുന്നവരെ വെയിറ്റ് ചെയ്യും. അതിന്റെ കുഴപ്പം എന്താ? നിങ്ങൾക്ക് പിന്നെ തിരുത്താൻ അവസരം ഉണ്ടോടോ? പറഞ്ഞേ. പരീക്ഷാ ഹാളിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഏരിയ പഠിച്ചത് ഓർമ്മയില്ല, അല്ലെങ്കിൽ കണക്ക് ചെയ്യുമ്പോൾ എനിക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, 9-ഉം 10 യൂണിറ്റ് ഫോക്കസ് ചെയ്യേണ്ട ഭാഗം മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമായില്ലേ? പിന്നെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് പഠിക്കുന്ന സ്റ്റേജിൽ തന്നെ കറക്ഷൻ, അതിനു വേണ്ടിയിട്ടുള്ള സമയം കൂടി കൊടുക്കണം. അതിനുള്ള ഏറ്റവും നല്ല വഴിയാ, നിങ്ങൾ ഏറ്റവും ഭാഗ്യമുള്ള പിള്ളേരാട്ടോ. അടുത്ത സൈക്കിളിലേക്കൊക്കെ ചിലപ്പോൾ സിലബസ് മാറും. നിങ്ങൾക്കൊരു 10,000 ചോദ്യം പേപ്പർ 1-ന് പ്രാക്ടീസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാല് ഇനി അതിലില്ലാത്ത ഏരിയകൾ ചോദിച്ചാൽ പോലും ഒരു 4-5% ചോദ്യം ഉണ്ടാവും. അത് I+ന്റെ മിടുക്കല്ല. NTA UGC നെറ്റ് പരീക്ഷയുടെ സിലബസ് 2018 മാറിക്കഴിഞ്ഞിട്ട് ഇപ്പോ 19, 20, 21, 22, 23, 24, 25 നിങ്ങൾക്ക് 7 വർഷത്തെ ചോദ്യപേപ്പറുകളുണ്ട്. പേപ്പർ 2-നാണെങ്കിൽ ഇത്രയും 10,000 ഒന്നും ഉണ്ടാവില്ല. 100 ചോദ്യങ്ങൾ വെച്ച് 10-12 സൈക്കിൾ നടന്നിട്ടുണ്ട്. 1000-1200 ചോദ്യം. ഏറ്റവും ഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് നിങ്ങൾ. ആ അവസരം പ്രയോജനപ്പെടുത്തുക. ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യുക. പരീക്ഷ വരെ പഠിക്കുക, അത് റിവിഷൻ പരീക്ഷ എടുത്തു നോക്കുക, തെറ്റുന്ന ഏരിയകൾ റിവൈസ് ചെയ്യുക. ആ 30 days ഫുൾ ഇത് ചെയ്താൽ മതി കേട്ടോ. ഇനിയും ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ടീച്ചറിന്റെ സെഷനിലേക്ക് നമുക്ക് കടക്കാം. ടീച്ചറെ റെഡിയല്ലേ? സിലബസ് നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഓരോ പോയിന്റുകളായിട്ട് സിലബസ് പറഞ്ഞു തരാനല്ല, അതിലെ പ്രധാന ഏരിയകൾ നിങ്ങൾ എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ടീച്ചറെ പറഞ്ഞു തരും. സെഷന്റെ ഒടുവിലായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് എടുക്കാം കേട്ടോ. ധനലക്ഷ്മി അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 യൂണിറ്റുകളെ പറ്റി പറഞ്ഞു തരാം. അതിന് ടീച്ചറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ. ഒന്ന് പെട്ടെന്നൊരു ഹായ് പറയോ? കുറച്ചു പേരെങ്കിലും ഒക്കെ എന്നെ കണ്ട് മടുത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ? ഓക്കെ, ഞാൻ നിങ്ങളോട് ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പെട്ടെന്നൊരു ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ലീവായി കളയരുത്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണോ? ക്വസ്റ്റ്യൻ ചോദിച്ചു, ആൻസർ പറയൂ. അല്ലേ? ആരൊക്കെയോ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ എന്ത് വിഷമമായാലും അവിടെ ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി കുറച്ച് ദിവസം നമുക്ക് എക്സാമിനെ കുറിച്ചൊന്ന് വിഷമിക്കാം. ടെൻഷൻ അല്ലേ ഉള്ളൂ. എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കാൻ നമുക്ക് സമയമുണ്ട് അനുപ്രിയ. ഓക്കെ, അത്യാവശ്യം ഇപ്പം ഈ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ ദേഹത്തൊക്കെ അത്യാവശ്യം മറ്റേ CID മൂസയിലെ ബിന്ദു പണിക്കറിന്റെ ബാധ കയറിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയ്യോ എന്റെ പേപ്പർ 1, അയ്യോ എന്റെ പേപ്പർ 2, അയ്യോ എന്റെ ടീച്ചിങ്, അയ്യോ എന്റെ ഹയർ എഡ്യൂക്കേഷൻ. ഈശ്വര, ഞാനിതിൽ ഏതെടുക്കും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോ നമ്മള് ആ ഒരു
ആ ഒരു ബാധയെ നമുക്ക് ഇപ്പോൾ ഒഴിപ്പിക്കാം. നമ്മൾ ഓരോ മൊഡ്യൂളിലും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് പറഞ്ഞുതരാം കേട്ടോ. ആ ഏരിയാസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് പഠിക്കാനായിട്ട് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകാനായിട്ട് നോക്കണേ. സോ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂൾ. സോ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ നെറ്റ് എക്സാമിന് ആദ്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ഉണ്ട്, PhD വണ്ടി ഉണ്ട്, നമ്മുടെ JRF ഉണ്ട്. നിങ്ങളൊരു പ്രൈമറി മോട്ടീവായിട്ട് നിങ്ങൾ എടുക്കുന്ന എന്താ? PhD അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ? ഡയറക്റ്റ് PhD പോവാതെ നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ JRF അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അസിസ്റ്റന്റ് പ്രൊഫസർ ആകാൻ വേണ്ടി, അതായത് നിങ്ങൾ ആരാവാനാ പോകുന്നേ? ടീച്ചർ ആവാനാ പോകുന്നത്. അപ്പോ ഈ നെറ്റ് എക്സാമിന് ഏറ്റവും വേണ്ടുന്ന ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റണം. അവിടെ തന്നെ നിങ്ങൾ പകുതി ജയിച്ചു കേട്ടോ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി അവരെന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്ന ബേസിക് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒന്നുകിൽ ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടായിരിക്കും. ഒരു നല്ല ടീച്ചർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഒരു ടീച്ചർ ക്ലാസ് റൂം എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത്, ചില ലേണേഴ്സ് ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, അങ്ങനെയുള്ള വളരെ ബേസിക് ക്വസ്റ്റ്യനാണ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ക്രാഷ് കോഴ്സ് ഒന്നും എടുക്കേണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എഫേർട്ട് ഇടേണ്ടി വരില്ല. അങ്ങനെയല്ലേ? അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വായിക്കുമ്പോൾ തന്നെ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ടീച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നത് പോലെ തന്നെ നമ്മൾ ആസ് എ ടീച്ചർ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളിനെയും കൂടെ അറിയണം. ആരാ അപ്പുറത്തിരിക്കുന്ന ആള്? ഒരു ടീച്ചർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഒരു ടീച്ചിങ് പ്രോസസ് എന്ന് പറയുമ്പോൾ വേറെ ആരും കൂടി വേണം, ലേണറും കൂടി വേണം. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ അല്ലെങ്കിൽ ലേണേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം കവർ ചെയ്യേണ്ടത്. ഓക്കെ, ബേസിക് അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ വരുന്നത് നെക്സ്റ്റ് സ്ലൈഡ്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ സ്വയംപ്രഭ. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? സ്വയംപ്രഭ, മൂക്സ്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നത് മൂക്സ്, നമ്മുടെ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. അത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് പോവുക. കാരണം ഈ സ്വയത്തിൽ നിന്നൊക്കെ ഇതുവരെയും ചോദിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സ്വയംപ്രഭയിൽ നിന്നൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റ് തന്നെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എബൌട്ട് കൊടുത്തിരിക്കുന്നത് ഒന്ന് വായിച്ചു നോക്കി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ സ്വയംപ്രഭയുടെ കുറച്ച് ചാനൽസ് ഉണ്ട്, 40 ചാനൽസ് ഉണ്ട്. ആ 40 ചാനൽസിൽ ആദ്യത്തെ 10 ചാനൽസിന് നമുക്ക് പേരുകളുണ്ട്. ആ 10 ചാനൽസിന്റെ പേരുകൾ എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ആ 40 ചാനൽസ് മാനേജ് ചെയ്യുന്നത് ആരൊക്കെയാണ് എന്ന് പഠിക്കുക. അത് നിങ്ങളുടെ ആ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ. ആ ചാനൽസ് ക്ലിയർ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഈ സ്വയംപ്രഭ മൂക്സ് അവർ വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതൊന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചേക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ഇവാലുവേഷൻ സിസ്റ്റംസ്. ഏതൊക്കെയാ? നമ്മുടെ പ്ലേസ്മെന്റ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഫോർമാറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇവാലുവേഷൻ മെത്തേഡ്സും അതുപോലെ തന്നെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് ഇപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചു വരുന്ന ഏരിയ ആണ്. സോ ആ ഒരു ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും കവർ ചെയ്യണം. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓൺലൈൻ ടീച്ചിങ് ടൂൾസ് ഉറപ്പായിട്ടും ഇപ്പം സ്ഥിരം ചോദിച്ചു വരുന്ന ഏരിയ ആണ് കേട്ടോ. നമുക്ക് മൈൻഡ് മേസ്റ്റർ, കഹൂത്, എഡ്പസിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംമാതിരി ഓൺലൈൻ ടീച്ചിങ് ടൂൾസിനെ അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവർ മെയിൻ ആയിട്ടും കവർ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. കാരണം നമ്മൾ എന്ത് പഠിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി സിലബസ് മതി. പക്ഷെ അത് എങ്ങനെ പഠിക്കണം എന്ന് നിങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ ഒന്ന് റിലൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് അവർ പുതിയതായിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് ഈ പുതിയതായിട്ട് വന്ന ടീച്ചിങ് ടൂൾസ് ഒക്കെ. അപ്പൊ അത് നിങ്ങൾ എവിടുന്നാ പഠിക്കേണ്ടത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തൊക്കെ ടൂൾസ് ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ഒന്ന് റെഫർ ചെയ്ത് വെക്കുന്നത്, അത് പഠിക്കുന്നത്, റെഫർ ചെയ്യുക മാത്രമല്ല അത് പഠിച്ചു വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ അതുമായിട്ട് ബേസ് ചെയ്ത് എല്ലാ ഷിഫ്റ്റിനും എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ എക്സ്പ്ലിസിറ്റ്ലി പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മുടെ ഹ്യൂമൻ മെമ്മറിയുടെ ടൈപ്സ്,
ഷോർട്ട് ടേം മെമ്മറി, വർക്കിംഗ് മെമ്മറി, ലോങ് ടേം മെമ്മറി എന്നൊക്കെ പറഞ്ഞ് ഹ്യൂമൻ മെമ്മറിയുടെ ടൈപ്സ് അവരിപ്പോ ചോദിക്കുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, മുന്നേ എക്സാം എഴുതിയവരൊക്കെ ഇത് എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ഇപ്പം പുതിയതായിട്ട് ചോദിച്ചു വരുന്ന ഏരിയ ആണ്. ഹൈ റോഡ് ട്രാൻസ്ഫർ, ലോ റോഡ് ട്രാൻസ്ഫർ, അതുപോലെ തന്നെ നിയർ ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് ഇത്രയധികം കാര്യങ്ങൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ അവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലിസിറ്റ്ലി സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാതെ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. ഇപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ പലരും ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേനും നിങ്ങൾ എല്ലാവരും പറയാൻ സാധ്യതയുള്ള ഒരു ഡയലോഗാണ്, എക്സാം കുഴപ്പമില്ലായിരുന്നു, ഒരു ഇച്ചിരിയും കൂടെ പഠിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഇല്ലേടാ? അല്ലേ? അങ്ങനെ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഇച്ചിരിയും കൂടെ പഠിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഇച്ചിരിയും കൂടെ എവിടുന്നാ നോക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. സോ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി ഏതാ? നമ്മുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാ. അപ്പൊ നമ്മൾ ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് ടീച്ചിങ്ങിലേക്ക് പോവാം. രണ്ടാമത് നമ്മൾ എന്താവുക? നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തുവാ? എന്താ ചെയ്യാൻ പോകുന്നേ? ടീച്ചിങ് അല്ലാതെ എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് റിസർച്ച് സ്കോളർ ആവാൻ പറ്റും. അതായത് നമുക്ക് PhDക്ക് ചേരണം ആണല്ലോ. അപ്പൊ ഈ JRF എന്ന് പറയുന്ന ആ ഒരു ഒരു എലമെന്റും കൂടി ഏതിനകത്ത് വരുന്നുണ്ട്? നമ്മുടെ ഈ ഒരു എക്സാമിന്റെ സിലബസിനകത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ എക്സാമിനകത്ത് വരുന്നുണ്ട്. അപ്പോ ഈ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അസ് എ റിസർച്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലെ. നിങ്ങളൊരു റിസർച്ച് ചെയ്യാൻ പോകുന്ന ആളാകുമ്പോൾ ആ ഒരു റിസർച്ചർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമുക്ക് എന്താ മെയിൻ ആയിട്ട് നിങ്ങൾ ടൈപ്സ് ഓഫ് റിസർച്ചുകൾ പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ. ഹിസ്റ്റോറിക്കൽ റിസർച്ച്, എക്സ്പെരിമെന്റൽ റിസർച്ച്, എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അധികം റിസർച്ച് ടൈപ്പുകളുണ്ട്. ആ റിസർച്ച് ടൈപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതുപോലെ തന്നെ നമ്മുടെ അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയും. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അതുപോലെ തന്നെ പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം. ഞാൻ ഈ പറയുന്നതൊക്കെ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചേക്കണേ, ജസ്റ്റ് ഒരു എന്താണെന്ന് പഠിച്ചിട്ട് തന്നെ പോകണം. സോ പോസിറ്റിവിസം, പോസ്റ്റ് പോസിറ്റിവിസം, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് അപ്രോച്ച്, ഇതുമാതിരിയുള്ള അപ്രോച്ചസ് അവർ ചോദിക്കുന്നുണ്ട്. ദെൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. അത് വളരെ സിമ്പിൾ ആയിട്ട് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് അവർ അറേഞ്ച് ചെയ്യാനും ചോദിക്കും. അതല്ലാതെ അവരെന്താ ചോദിക്കുന്നതെന്ന് അറിയോ? ഇപ്പൊ അതിന്റെ അകത്ത് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന ഏരിയ വളരെയധികം ഫോക്കസ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീൻ മീഡിയൻ മോഡ്, നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എങ്ങനെയാ ചെയ്യുന്നത്, പല ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ, T ടെസ്റ്റ്, F ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പല ടെസ്റ്റുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രം അവർ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ഈ ടീച്ചിങ്ങിന്റെ തന്നെ നമ്മള് ഓൺലൈൻ ടൂൾസ് പറഞ്ഞ മാതിരി റിസർച്ചിന് ഡേറ്റ അനാലിസിസിന് കുറച്ച് ടൂളുകൾ ഉണ്ട് കേട്ടോ. നിങ്ങൾ SPSS ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ പല ടൂൾസുകൾ, റിസർച്ച് ടൂൾസുകൾ അതിനകത്തുണ്ട്. ആ ടൂളുകളെ കുറിച്ചിട്ട് അവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് റിസർച്ച് എത്തിക്സാ. റിസർച്ച് എത്തിക്സിൽ 2 കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസാ വരുന്നത് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം നമുക്കൊരു റിസർച്ച് ചെയ്യേണ്ടത്, എത്തിക്കലി എങ്ങനെ ഒരു റിസർച്ച് ചെയ്യാം എന്നുള്ളതാ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടെന്ന് പറയുന്നത് അവർ പ്ലെജേറിസം ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് UGCയുടെ 2018 ഒരു പ്ലെജേറിസം റെഗുലേഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ PDF നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെന്റ് കിട്ടും. ആദ്യം കാണുമ്പോൾ അയ്യോ ഹിന്ദിയാണ് അറിഞ്ഞൂടാന്ന് പറഞ്ഞാൽ ആ ഡോക്യുമെന്റ് അടയ്ക്കരുത്. അതിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഉണ്ട്, അതൊന്ന് വായിച്ചു വെക്കുക. അതിനകത്ത് ഓരോ പ്ലെജേറിസത്തിന്റെയും ലെവൽസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ പെനാൽറ്റീസ് പറയുന്നുണ്ട്. അതെല്ലാം അതിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ വരും. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെന്റുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ആ ഡോക്യുമെന്റ് തന്നെ വായിച്ചൊന്ന് നോക്കുന്നത്, അത്ര വളരെ ലെങ്തി അല്ലാത്ത ഡോക്യുമെന്റുകളാണ്, സിമ്പിൾ ഡോക്യുമെന്റ് ഒക്കെ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ആ ഡോക്യുമെന്റ് തന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻസിന്റെ ഒരു സാധ്യത അവിടെ കുറയും. മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് കോംപ്രിഹെൻഷൻ. ഞാൻ ഇതിനെ ജാക്ക് പോട്ട് ഏരിയ എന്ന് വിളിക്കും കേട്ടോ. നമ്മളെ തന്നെ വിമൽ കുമാർ എന്നൊക്കെ വിളിക്കുന്നു അറിയില്ലേ, അതുപോലെ ഞാൻ ഈ മൊഡ്യൂളിനെ വിളിക്കുന്ന പേരാണ് ജാക്ക് പോട്ട് മൊഡ്യൂൾ. അതായത് നിങ്ങൾ കണ്ണും പൂട്ടി 5 മാർക്ക് മേടിക്കാൻ പറ്റുന്ന, നിങ്ങൾ മേടിക്കേണ്ട മൊഡ്യൂളാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഞാൻ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, കോംപ്രിഹെൻഷനിൽ നിങ്ങൾ ആദ്യം വായിക്കേണ്ടത് ക്വസ്റ്റ്യൻ ആണോ പാസേജ് ആണോ?
കോംപ്രിഹെൻഷനിൽ എപ്പോഴും എന്ത് ചെയ്യുക, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യന്റെ കീവേഡ്സ് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ പാസേജ് പോയി വായിക്കണം. ആൻഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് 5 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. സോ ഇനിയും റീഡിംഗ് കോംപ്രിഹെൻഷൻ അയ്യോ അതെങ്ങനെയാ അതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത്, നാളെ മുതൽ, ഇന്ന് ഞാൻ പറയുന്നില്ല, ഇന്ന് തൊട്ട് നോക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ക്രൂരായി പോകും. ആ ശാപം എനിക്ക് ഏറ്റുവാങ്ങാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്യുക, രാവിലെയോ വൈകുന്നേരമോ എപ്പോഴാണോ സമയം കിട്ടുന്നത് ഒരു 5 മിനിറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 5 മിനിറ്റ്. കാരണം അത്ര സമയമൊക്കെ നമുക്ക് എന്താ റീഡിംഗ് കോംപ്രിഹെൻഷൻ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് അതെ നമ്മൾ പ്രീവിയസ് നോളജ് ഒന്നും അതിനകത്ത് യൂസ് ചെയ്യാൻ പാടില്ല. കറക്റ്റാ. സോ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാം. ഡെയിലി നമ്മൾ ഒരു 5-10 മിനിറ്റ് ഒരു സെറ്റ് ചെയ്താൽ മതി. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ 5 ക്വസ്റ്റ്യനേ ഉണ്ടാവത്തുള്ളൂ. ഒരു എക്സാമിന് വന്ന ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ. അത് നിങ്ങൾ ഇന്ന് തൊട്ട് വരുന്ന എക്സാമിന് ഒരു ദിവസം മുന്നേ വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ യു ക്യാൻ സീ വണ്ടേഴ്സ്. കാരണം നിങ്ങൾക്ക് അതിനകത്ത് 5 മാർക്ക് അല്ലെങ്കിൽ ആ മാർക്ക് സ്കോറായി വരുന്നത് ഉറപ്പായിട്ടും കാണാം. അതിന് ഞാൻ ഗ്യാരണ്ടി കേട്ടോ. ദെൻ 4ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ്. കുറച്ചൊക്കെ അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പലരുടെയും മനസ്സിൽ മിസ് പറഞ്ഞ അൺപ്രഡിക്റ്റബിൾ ആണ്, അപ്പൊ നമുക്കിനി ഈ മൊഡ്യൂൾ പഠിക്കണ്ട തോന്നിയോ? അങ്ങനെ ആർക്കെങ്കിലും? അല്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും അൺപ്രഡിക്റ്റബിൾ അല്ലേ, ഇനിയിപ്പോ പഠിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, എനിക്ക് പിന്നെ ഇതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം എന്ന് വല്ല തോന്നലും ഉണ്ടെങ്കിൽ അതങ്ങ് ദയവേത് മാറ്റി വെച്ചേക്കാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ആദ്യം നിങ്ങളൊന്ന് ബേസിക്സ് പഠിക്കുക. ലൈക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ, അതിൽ തന്നെ പല വേറെ നമ്മുടെ എന്താ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ മാസ് മീഡിയ എന്താണ്, മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എക്സ്പ്ലിസിറ്റ്ലി സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യമല്ല, അവര് പക്ഷെ അത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള ആ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. പഠിച്ചതിന് ശേഷം പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് ചെയ്യാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇപ്പൊ ഹിന്ദു വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ, റിച്വലിസ്റ്റിക് വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ബുദ്ധിസ്റ്റ് വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ അയ്യോ ഇതൊന്നും സിലബസിൽ ഉണ്ടായിരുന്നില്ലല്ലോ, ചതിച്ചതാ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് തോട്ട് വരും. പക്ഷെ അവര് ഇത് ശരിക്കും നമ്മൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് റെഫർ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസാ നമ്മൾ ഇനി നോക്കേണ്ടത്, നമുക്ക് എവിടെയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഇനി 5ാമത്തെ മൊഡ്യൂള് ഒരുവിധം എല്ലാവർക്കും പേടിയുള്ള മൊഡ്യൂളാണ്. മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന 5ാമത്തെ മൊഡ്യൂൾ ആണല്ലോ അല്ലേ? പേടിയില്ലാത്ത ആൾക്കാരെ ഞാൻ വളരെ റെയർ ആയിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. ശരിക്കും മാത്തമാറ്റിക്കൽ റീസണിങ്ങിനെ കുറിച്ചിട്ടൊക്കെ എന്നെക്കാളും ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന അലൻ സാറിനാണ്. പക്ഷെ ഇപ്പം ഈ മൊഡ്യൂളിന്റെ രീതിയിൽ പറഞ്ഞു തരാം. മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് ഷോർട്ടായിട്ടും ഒരു 2 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാൻ കാരണം, ഒന്ന് നിങ്ങൾക്ക് നമ്പർ സീരീസ് ആയിരിക്കും, 2ാമത്തത് ലെറ്റർ സീരീസ് ആയിരിക്കും. ഇതിൽ 2ൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വരും. കിട്ടാറില്ലേ? ഒയ്യോ. സാധാരണ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾ മറ്റേ BSc മാത്സ് ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ബേസിക് അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അത്രയും നിങ്ങൾക്ക് അറിയണം. പിന്നെ കുറച്ച് കോമൺ സെൻസ് വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ ഒരു 3 to 4 മാർക്ക് വരെ സ്ഥിരമായിട്ട് ഉറപ്പായിട്ടും കിട്ടും. അത് നിങ്ങളെ പേടിച്ച് അതിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്ന, അല്ലെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കേട്ടോ. ചില POയ്ക്ക് ഫുൾ മാത്സ് മാത്രമായിട്ടുണ്ട്. വരും. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ആദ്യം വരുന്നത് ഈ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വെരി ഗുഡ് മഞ്ജു, നിങ്ങൾക്ക് ശരിക്കും പിന്നീട് വരുന്ന ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ഡയറക്ഷൻസ് വരും. ലൈക്ക് ഒരാൾ നോർത്തിലേക്ക് പോയി, ഒരാൾക്ക് അവിടെ നിന്ന് 70 മീറ്റർ നടന്നു, അത് കഴിഞ്ഞ് 30 മീറ്റർ വലത്തേക്ക് നടന്നു എന്നൊക്കെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. സോ അതില് ശരിക്കും നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അത്രയും വരയ്ക്കാൻ അറിയാമെങ്കിൽ തന്നെ അതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും.
പിന്നെ വരുന്നത് ഏതാ, നിങ്ങൾക്ക് എന്താ പെർസെന്റേജ് എന്നൊക്കെ പറയുന്നത് വളരെ ബേസിക് ആണ്. 10ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന, അല്ലെങ്കിൽ ഡെയിലിയിൽ പോലും നിങ്ങൾ എന്താ ഇത്ര പെർസെന്റേജ് എന്താ, അല്ലെങ്കിൽ ഓരോന്നിന്റെയും ഇത്ര 100 എന്താ, അല്ലെങ്കിൽ 50% വിലക്കുറവ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കാണുന്ന സാധനങ്ങളാ. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ റിയൽ ലൈഫിലൊക്കെ കാണുന്ന ഏരിയാസ് ആണ്. അതാ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ ആദ്യം ശരിയാക്കുക. ഇപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ റേഷ്യോ നിങ്ങൾക്ക് പഠിച്ചാലൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് കേട്ടോ. ഇൻട്രസ്റ്റും അതുപോലെ തന്നെയാണ്. അത് ഇൻട്രസ്റ്റിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും സിമ്പിൾ ആണ്. നിങ്ങൾ ആ പേരൊക്കെ കേട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ ടച്ച് വിട്ടിരിക്കുന്ന ആൾക്കാർക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് അലൻ സാറിന്റെ ക്ലാസ് ആണ് കേട്ടോ. വളരെ ബേസിക് ആയിട്ടുള്ള ക്ലാസ്. സാറിന്റെ ക്ലാസ് കണ്ടാൽ പിന്നെ മാത്സ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ശരിക്കും. അപ്പോ ഈ മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ നിങ്ങൾ ഒന്ന് പേടിക്കാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ 5-ൽ 5ഉം വേണം എന്ന് പറയുന്നത്, നിങ്ങൾ ഇച്ചിരി മാത്സിൽ വീക്ക് ആണെങ്കിൽ നിങ്ങൾ പാനിക് ആവാതിരിക്കുക. അയ്യോ 5 മാർക്കും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പാനിക് ആവാതിരിക്കുക. മിനിമം 3 മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അതാണ് അതിനകത്ത് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ പേടിയുള്ളത് അല്ലെങ്കിൽ ഒട്ടും ടച്ച് ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരു 3 ക്വസ്റ്റ്യൻസ് റെഡിയാക്കാനായിട്ട് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് 6ാമത്തെ യൂണിറ്റ് ആണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. ഈ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് ഒരുവിധം ആൾക്കാരും പേടിച്ച് സ്കിപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അത് എല്ലാവർക്കും ഈസി ആണോ ലോജിക്കൽ റീസണിങ്? ഈ ലോജിക്കൽ റീസണിങ്ങിൽ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞു വന്ന ടീച്ചിങ് ആയാലും റിസർച്ച് ആയാലും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആയാലും ഇതെല്ലാം നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളാണ് അല്ലെ. നമുക്ക് പുതിയതായിട്ട് എന്താ പഠിക്കാനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് എന്ത് കാര്യം പഠിച്ചാലും നമുക്കൊരു കണക്ഷൻ കിട്ടും. പക്ഷെ ലോജിക്കൽ റീസണിങ്ങിന് ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആദ്യം എന്താണ് ഒന്ന് മനസ്സിലാക്കി എടുക്കാൻ ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. ഒരു കണക്ഷൻ എന്തോ ഒരു പ്രശ്നം വരും. നിങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ഇതെന്താ കാലകേന്റെ സംഭവമാണോ, അവരുടെ എന്താ സംഗതിയാണോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇതിലും നല്ലൊരു മൊഡ്യൂള് നിങ്ങൾക്കില്ല. സീരിയസ്ലി ഞാൻ പറയുവാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാല് ഇതുപോലെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു മൊഡ്യൂള് ഈ പേപ്പർ 1-നകത്ത് ഇല്ല. കാരണം ഇവര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് ഇതിനകത്തൊരു ടെംപ്ലേറ്റ് ഉണ്ട്. അതിനകത്ത് നിന്നേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. ഒന്നുകിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ, അതിനെ റിപ്പീറ്റഡാ, അല്ലെങ്കിൽ ലോജിക്കലി ഈക്വലന്റ്, അല്ലെങ്കിൽ മൂഡ് ആൻഡ് ഫിഗർ, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക, നേരെ പോയി അങ്ങ് അപ്ലൈ ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ അതിനകത്ത്. പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ട് വരുന്ന ഒരു സംഭവങ്ങളും അതിനകത്തില്ല. പക്ഷെ ആദ്യം നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നും. അത് ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമുക്കൊരു അയ്യോ ഇതൊക്കെ എന്താ എന്ന് തോന്നും. പക്ഷെ ഒന്ന് നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് കേട്ടോ. അതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ മാക്സിമം അതിന്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഈ ലോജിക്കൽ റീസണിങ്ങിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ മെനക്കെട്ടിരുന്ന് കുറെ അവേഴ്സ് പഠിക്കുന്നതിലും നല്ലത് ഒരു ബേസ് ഒന്ന് തറവാക്കി വെച്ചതിന് ശേഷം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് റിവിഷൻ പോലും ആവശ്യമില്ലാത്ത മൊഡ്യൂളാണ് ലോജിക്കൽ റീസണിങ്. നിങ്ങൾ ചുമ്മാ കണ്ടാൽ തന്നെ അതിന്റെ ആൻസർ എഴുതും. ഓക്കെ, പിന്നെ ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ 2 പാർട്ടാ ഉള്ളത്. ഒന്ന് വെസ്റ്റേൺ ലോജിക്കും പിന്നൊന്ന് ഇന്ത്യൻ ലോജിക്കും. ഇന്ത്യൻ ലോജിക്കിലും ബേസിക് ആയിട്ട് ടെംപ്ലേറ്റിനകത്ത് നിന്ന് തന്നെ ചോദിക്കുന്നത്. ലൈക്ക് പ്രമാണാസിന്റെ ടൈപ്പ് ഉണ്ട്. നമുക്ക് 6 പ്രമാണാസ് ഉണ്ട്. ആ 6 പ്രമാണാസിന്റെ ടൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഹേതുഭാസ, ഫാലസീസ് എന്ന് നമ്മൾ പറയും കേട്ടോ. ഫാലസീസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് വെസ്റ്റേൺ ലോജിക് ആണെങ്കിൽ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ പഠിക്കുക, മൂഡ് ആൻഡ് ഫിഗേഴ്സ് പഠിക്കുക, നമ്മുടെ പിന്നെ എന്താ പഠിക്കേണ്ടത്, നമ്മുടെ കൺവേർഷൻ ഓഫ് വേർഷൻ പഠിക്കണം. കൺവേർഷൻ ഓഫ് വേർഷൻ ആണ് ലോജിക്കലി ഈക്വലന്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്റൻഷൻ എക്സ്റ്റൻഷൻ പഠിക്കണം, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് പഠിക്കണം, ഫാലസീസ് പഠിക്കണം. ഇത്രയൊക്കെ ആകുമ്പോൾ ലോജിക്കൽ റീസണിങ് കവർ ആവും. വെൻ ഡയഗ്രാമിൽ നിന്നും ഇപ്പൊ അധികം അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നില്ല. ഒരു 2018-ലൊക്കെയാണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇപ്പൊ അങ്ങനെ അധികം ചോദിച്ച് കാണുന്നില്ല. ഇന്ത്യൻ ലോജിക്ക് വരുമ്പോഴത്തേനും അവിടെ നമ്മൾ പ്രമാണാസും അതുപോലെ തന്നെ എന്താ നോക്കേണ്ടത്, നമ്മുടെ ഹേതുഭാസ, അതായത് ഇന്ത്യൻ ലോജിക്കിന്റെ ഫാലസീസ് എന്ന് നമ്മൾ പറയും. അത് രണ്ടും കൂടി കവർ ചെയ്താൽ 5 മാർക്ക് ഞാൻ പറയുന്നില്ലെങ്കിലും നിങ്ങൾക്കൊരു 4 മാർക്സ് ഷുവർ ഷോട്ട് ആണ് കേട്ടോ. നിങ്ങൾ ഒട്ടും സംശയിക്കാതെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഈ പറയുന്ന ലോജിക്കൽ റീസണിങ്. ദെൻ 7ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ
ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ. പലരുടെയും ബാലികേറ മലയാണ്. ശരിക്കും നമ്മുടെ എനിക്ക് തന്നെ നമുക്ക് എന്താണ് വളരെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം മിക്ക കുട്ടികൾക്കും പേടിയുള്ളത് മാത്സാ. അപ്പൊ ആദ്യമേ ഈ ഡേറ്റ അങ്ങ് തരുമ്പോൾ തന്നെ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുക എന്നതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ പിന്നെ അധികം ആരും ബാക്കി എന്ത് ചെയ്യത്തില്ല. കാരണം ബാക്കി ചെയ്യാനുള്ള ധൈര്യം അവിടെ തന്നെ തീർന്നു. ഓക്കെ, പിന്നെ ബാക്കി ആ ധൈര്യമുള്ളവരാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതിനകത്ത് കയറി പോകുന്നത്. അതാണ് ശരിക്കും ഇവരുടെ ഒരു അപ്രോച്ച് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആണല്ലേ? അതെ, നമ്മളൊക്കെ ഒരേ വേവ് ലെങ്താ. ഓക്കെ, അപ്പൊ ഡേറ്റ ഇന്റർപ്രിറ്റേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ എപ്പോഴും പറയില്ലേ, ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി ഇതിനകത്ത്. അതായത് നിങ്ങൾക്ക് ആദ്യമേ ടേബിൾ ഉണ്ട്. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആദ്യമേ എന്ത് ചെയ്യണ്ട, DI നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം എന്നില്ല. ഞാൻ പേഴ്സണലി പറയുന്നതാണ്. ആദ്യം DI ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എന്താന്ന് പോലും നോക്കട്ടെ. കാരണം എന്തെന്നറിയോ, ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പാനിക് ആയിട്ട് ബാക്കി അറിയാവുന്ന കാര്യങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ബെറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് ബാക്കിയെല്ലാം കവർ ചെയ്തതിന് ശേഷം തിരിച്ചെന്തിലേക്ക് വരാം, DIയിലേക്ക് വരാം. അതും നിങ്ങൾ ഒരു 40 മിനിറ്റിലൊക്കെ കവർ ചെയ്തിട്ട് തിരിച്ചെന്ത് ചെയ്താൽ മതി, നമ്മൾ DIക്ക് ഒരു 10-15 മിനിറ്റ് എങ്കിലും കിട്ടുന്ന തരത്തിൽ ബാക്കി കവർ ചെയ്യാം. അപ്പൊ ആ ഒരു സ്പീഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വേണം. DI നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും രക്ഷയുള്ളൂ. അത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. DIയില് സ്ഥിരം ചോദിക്കുന്നത് സെയിം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചാല് ഒന്നുകിൽ റേഷ്യോ ആയിരിക്കും, അല്ലെങ്കിൽ റേഷ്യോ തന്നിട്ട് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ നമ്പർ തന്നിട്ട് റേഷ്യോ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡാഷ് മോർ ദാൻ ഡാഷ് ലെസ് ദാൻ. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? സാധാരണ ഇതൊക്കെ തന്നെയാണ് തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അതായത് നമ്പേഴ്സ് മാറുന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ അഥവാ അവർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന് ചെയ്യാനുള്ള എന്തെങ്കിലും ഫോർമുലയോ ഹിന്റോ ഒക്കെ അവർ തന്നിരിക്കും. ദെൻ 8ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT എന്ന് പറയും. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമുക്ക് എന്താ ഒത്തിരി ഡിജിറ്റൽ റെവല്യൂഷൻസ്, നമുക്ക് ഫുൾ ഒരു ഡിജിറ്റലൈസ്ഡ് വേൾഡിലോട്ട് നമ്മൾ മാറിയപ്പോ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഡിജിറ്റൽ ഡിവൈസസുമായിട്ട് നമുക്ക് എന്ത് വേണം, അതിനെക്കുറിച്ച് നമുക്കൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. അത് മാത്രമേ ഈ ICT എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. അതായത് ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ അറിയണം. അതുപോലെ തന്നെ എന്താണ് നമ്പർ കൺവേർഷൻസ്, ഇപ്പം വളരെയധികം അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്. മുന്നേ നമുക്ക് 4 നമ്പർ സിസ്റ്റം പഠിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ബൈനറി, ഹെക്സാഡെസിമല്, ഒക്ടാല്, ഡെസിമല്, ഇങ്ങനെ 4 എണ്ണം പഠിച്ചാൽ മതിയായിരുന്നു. ഇപ്പം അതിനപ്പുറത്തേക്കും അവർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വെച്ച് ഒന്ന് അവർ ചോദിക്കുന്ന ഏരിയ കവർ ചെയ്ത് വന്നാൽ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് എന്താ, ഇൻട്രാനെറ്റ്, ഇന്റർനെറ്റ്, ഇമെയിൽ പോലുള്ള കാര്യങ്ങള്, സൈബർ സെക്യൂരിറ്റി, അതിൽ തന്നെ സെക്യൂരിറ്റി ത്രെറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഫിഷിംഗ്, സ്പാമിങ്, ഹാക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് അധികം ഏരിയാസ്. പിന്നെ ICTക്ക് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ടൂൾസ്. ഇതിൽ ഒരു 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ നമ്മൾ പഠിച്ചില്ലെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. വൈഫൈനെ കുറിച്ചിട്ടോ ബ്ലൂടൂത്തിനെ കുറിച്ചിട്ടോ സ്ഥിരം നമ്മൾ കാണുന്ന, ചിലപ്പോൾ നമ്മുടെ വാട്സപ്പിലൊക്കെ എപ്പോഴും കാണുന്നതാ എൻക്രിപ്റ്റഡ് മെസ്സേജസ്, യുവർ മെസ്സേജസ് ആർ എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് കാണാം. ഈ എൻക്രിപ്ഷൻ എന്താന്നൊക്കെയാ ചോദിക്കുന്നത്. മെമ്മറി ചോദിക്കും. നമ്മുടെ കമ്പ്യൂട്ടർ മെമ്മറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാമോ, റോമോ, അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അബ്രിവേഷൻ ചോദിക്കുന്നുണ്ടെങ്കിലും വളരെ റെഗുലർ ആയിട്ട് അങ്ങനെ ചോദിച്ച് കാണുന്നില്ല, വല്ലപ്പോഴും ഒക്കെ വന്നു എന്നുള്ളതേ ഉള്ളൂ. ദെൻ 9ാമത്തെ മൊഡ്യൂള് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ 9ഉം 10ഉം ഞാൻ കുറച്ച് ഈ കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. അവിടെ ബേസിക് ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഒന്ന് SDG, MDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, അതുപോലെ തന്നെ എന്താണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോൾസ്. പിന്നെ വരുന്നത് പൊല്യൂഷൻസിനകത്ത് എയർ പൊല്യൂഷൻ ഉണ്ട്, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ഗ്രീൻ ഹൗസ് എഫക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും അവിടുന്ന് പഠിച്ചിട്ട് പോകണം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ കൺവെൻഷൻസ് ആൻഡ് പ്രോട്ടോകോൾസ്, അതായത് നമ്മൾ ഈ എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള മോൺട്രിയല്, ക്യോട്ടോ, പാരീസ് എഗ്രിമെന്റ്, ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന കുറച്ചധികം കൺവെൻഷൻസും പ്രോട്ടോകോൾസും നമ്മൾ എന്തിനകത്ത് ഫോക്കസ് ചെയ്യണം, 9ാമത്തെ മൊഡ്യൂളിനകത്ത്
ഫോക്കസ് ചെയ്യണം. അത്രയും ചെയ്താൽ തന്നെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ക്വസ്റ്റ്യൻസും കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ റീസൺ ആയിട്ട് അവർ ചോദിക്കുന്ന ഏരിയാസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എന്താണ് അവർ അത് പുതിയതായിട്ടൊരു ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്താണ് അവർ ചോദിച്ചത് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. ഇതിനകത്തൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ആണ് നമ്മുടെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഈ വാട്ടർ പൊല്യൂഷനിൽ നിന്നുള്ള യൂട്രോഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടുന്ന മൊഡ്യൂളാണ് ഏതെന്ന് പറയാം, പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറയാം. ആൻഡ് ഫൈനലി നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഏതാ, ഹയർ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ഹയർ എഡ്യൂക്കേഷനും അതുപോലെ തന്നെയാണ് കുറച്ചൊന്ന് അൺപ്രഡിക്റ്റബിലിറ്റി ഉള്ള ഒരു മൊഡ്യൂളാണ്. കാരണം റീസെന്റ് ആയിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനകത്ത് പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തിട്ട് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ ക്രോണോളജിയിൽ എഴുതുക, അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കിത് A to Z പഠിച്ചിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ടു ബി ഫ്രാങ്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ചെയ്യാൻ പറ്റുന്നത് പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അത് പഠിച്ചെടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് പ്രീവിയസ്ലി ആ ഏരിയയുമായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും. പിന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എന്താ, ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ്, നളന്ദ, തക്ഷശില എന്നൊക്കെ പറയുന്ന ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ്. പിന്നെ വരുന്നത് കൺവെൻഷൻ ഇതാണ്, കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ്, നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ, മുതലിയാർ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എഡ്യൂക്കേഷൻ കമ്മിറ്റീസ്. അതും പ്രീ ഇൻഡിപെൻഡൻസും പോസ്റ്റ് ഇൻഡിപെൻഡൻസും. പ്രീ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ചാർട്ടർ ആക്ട് തൊട്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, NEP, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ ഷുവർ ആയിട്ടും ഒരു ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും കേട്ടോ. കാരണം ഒരിടയ്ക്ക് അവര് കംപ്ലീറ്റ്ലി ചോദിച്ചുകൊണ്ടിരുന്നു. എനിക്കൊന്നും കഴിഞ്ഞ ഒരു സൈക്കിളിൽ അതിന് ഒരിച്ചിരി കുറവ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നെക്സ്റ്റ് എക്സാമിന് വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് NEP 2020. സോ ഇത് ഇത്രയും നിങ്ങൾ ഈ പറയുന്ന ഏരിയാസ് ഏകദേശം കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആവും. സോ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ, നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്ത് പഠിക്കണം എന്നറിയാൻ നിങ്ങൾക്ക് സിലബസ് മതി. എപ്പോഴും എന്താ ആ ഒരു പെർട്ടിക്കുലർ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത് എന്നനുസരിച്ച് അങ്ങ് പഠിച്ചാൽ മതി. അപ്പൊ എന്താ ഡിമാൻഡ് ചെയ്യുന്ന അറിയുന്നത് എങ്ങനെയാ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് തൊട്ട് മുന്നത്തെ കുറച്ച് സൈക്കിൾസ് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഫുൾ ലെങ്ത് ടെസ്റ്റ് ആയിട്ട് തന്നെ എടുക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, സത്യമാണ് കേട്ടോ പറയുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ എക്സാമിന് ഒരു 1 month ഒക്കെ ഉള്ള സമയത്ത് ഞാൻ ഡെയിലി ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ AIMJRF ടെസ്റ്റ് സീരീസിന്റെ ടെസ്റ്റ് അങ്ങ് ഫുൾ ലെങ്ത് എടുക്കും, ഒരു 1 hour അങ്ങനെ ഇരുന്നെടുക്കും. സോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പഠിച്ചത് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചത് ഓർക്കുക എന്നുള്ളതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ ആ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ പേപ്പർ 1, 2 മണിക്കൂർ പേപ്പർ 2, ഈ 3 മണിക്കൂർ നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും കേട്ടോ. അതുകൊണ്ട് എക്സാമിന് പോകുന്നതിന് മുന്നേ മോക്ക് ടെസ്റ്റുകൾ ഉറപ്പായിട്ടും എടുക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായാലും മോക്ക് ടെസ്റ്റുകളായാലും 2 പേപ്പറിനും നിങ്ങൾ കറക്റ്റ് ഒരു ടൈമർ വെച്ച് തന്നെ നിങ്ങൾ എടുത്തു നോക്കുന്നത് അത്രയും നന്നായിരിക്കും. കാരണം ആ ഒരു 3 മണിക്കൂർ നമ്മൾ അതിനകത്ത് കാമായിട്ടിരുന്ന് അത് അറ്റൻഡ് ചെയ്യാനുള്ള ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കണം കേട്ടോ. ദെൻ ഈ പറഞ്ഞ മാതിരി നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇരുന്ന് അയ്യോ ഇനി സിലബസിലെ A to Z ഞാൻ പഠിച്ചു തീർത്തിട്ട് എക്സാമിന് പോകും എന്നുള്ള മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ എപ്പോഴും ഒരു 70% ടാർഗറ്റ് ചെയ്ത് പഠിക്കുക പേപ്പർ 1-ന്. കാരണം അവര് 50 ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങളുടെ 50 ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടൊന്നും അല്ല. നിങ്ങൾ എഴുതണ്ടെന്ന് പറഞ്ഞ് കുറെ ക്വസ്റ്റ്യൻസ് അവരിടും. അപ്പൊ അതിനകത്ത് നിങ്ങളൊരു 35 to 40 മാർക്സ്, അതായത് ഒരു 70 to 80% ടാർഗറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡയറക്ട്ലി എന്തിലേക്ക് എത്താൻ പറ്റും, JRF-ലേക്ക് എത്താൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു ജാക്ക്പോട്ട് ഏരിയാസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ലോജിക്കൽ റീസണിങ് നമുക്ക് ജാക്ക്പോട്ട് എന്ന് പറയാം കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ സിമ്പിൾ മൊഡ്യൂൾ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ കോംപ്രിഹെൻഷൻ, അതുപോലെ തന്നെ നമ്മുടെ DIയും മാത്സ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ DI ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ജാക്ക്പോട്ട് ഏരിയ ആണ് കേട്ടോ. മാത്സ് വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, DIക്കും മാത്സിനും ഒരു 3 മാർക്കുകൾ വെച്ചിട്ട് നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അത്രയും മാർക്ക് വാങ്ങാനുള്ള ഒരു നോളജ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ടീച്ചിങ് റിസർച്ച് പോലുള്ള ചാപ്റ്റേഴ്സിന് കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക, 4 to 5 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫൈനൽ സ്കോർ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 35 to 40 ഇതിലേക്ക് വരാൻ പറ്റും. ദെൻ ഈ പറഞ്ഞ മാതിരി സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കുക. സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്തെടുക്കണം കേട്ടോ. കാരണം നമുക്ക് എല്ലാം അറിയാം ഇനി നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നാൽ അത് മണ്ടത്തരവും. അങ്ങനെയല്ല, നമ്മൾ ആ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ആൻഡ് വീക്ക് ആയിട്ടുള്ള ഏരിയ ഞാൻ പറഞ്ഞാൽ ഇപ്പൊ മാത്സ് വീക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു 3 ക്വസ്റ്റ്യൻ റെഡിയാക്കാനുള്ള ഒരു ബേസിക് നോളജ് നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി വെച്ചിരിക്കണം.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിയലിസ്റ്റിക് ഗോൾ വെക്കുക. ഞാൻ പറഞ്ഞ മാതിരി ഇനി ഈ സിലബസ് ഫുൾ പഠിച്ച് തീർത്ത് 100ന് 100 മേടിച്ചിട്ടേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നുള്ള അൺറിയലിസ്റ്റിക് സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് പഠിക്കുക. ഇനി ഒരു 30 ദിവസം ഉണ്ട്, അതിൽ പാനിക്കും ആവണ്ട. ലൈക്ക് അയ്യോ 30 ദിവസമേ ഉള്ളൂ, ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യാന്നുള്ള ആ പാനിക്കും ടെൻഷനും ഒന്നും വേണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ബാക്കിയൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കും. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 30 ദിവസം നിങ്ങളൊന്ന് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനകത്തൊരു ഡിഫറൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. സോ ഇത്രയുമാണ് മൊത്തത്തിൽ സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവരും കൂടി കിളി പോയി ഇരിക്കുവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇങ്ങനെ അവരെല്ലാം നോട്ട് ചെയ്ത് എഴുതിയൊക്കെ തയ്യാറായിട്ടെല്ലാം മിടുക്കര് കുട്ടികളായിട്ട് ഇരിക്കുക. അല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് കേറില്ലായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അല്ല, അവർക്കിപ്പോ ഒരു ഓവറോൾ ഈ 1 hour സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു എനർജി ബൂസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. സിലബസ് എല്ലാവർക്കും അറിയാമെങ്കിലും എന്ത് ഫോക്കസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇതേപോലെ ഒരു അനാലിസിസ് പേപ്പർ 2-ലും ഉറപ്പായിട്ടും നടത്തി മുന്നോട്ട് പോവുക. പിന്നെ ഞാൻ ഒരു വാക്ക് തന്നിരുന്നു അല്ലെ, ഏറ്റവും പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചാൽ ഫുള്ള് അടുത്ത് സ്കോർ ചെയ്യാൻ പറ്റുന്ന 3 യൂണിറ്റുകൾ. ഒന്ന് ഉറപ്പായിട്ടും റീഡിങ് കോംപ്രിഹെൻഷൻ. ടീച്ചർ പറഞ്ഞ പോലെ അടുത്ത 30 ദിവസം നിങ്ങൾ ഓരോ സെറ്റ് രാവിലെ ഒരു 5 to 10 minutes എടുത്ത് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് 5 ചോദ്യങ്ങളും ശരിയാക്കാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. 4 to 5 കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടും ഉറപ്പായിട്ടും. പിന്നെ മാത്സും DIയും ടീച്ചർ പറഞ്ഞു, അതിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും പഠിക്കാതെ തന്നെ കിട്ടും. നിങ്ങൾക്ക് ബാലരമ വായിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. ബാലരമയോ ബാലഭൂമിയോ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ടായിട്ടും കിട്ടുന്നതാണ്. ഉറപ്പാ. അതിൽ വേറെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട. കിട്ടുമോ കിട്ടില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ട. അപ്പോ അത് അങ്ങനെ പോവാ. അടുത്തതാണ് ഇതില് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ബേസിക് മാത്ത് ഓപ്പറേഷൻസ് പഠിച്ചാൽ മതി. ബേസിക് മാത്ത് ഓപ്പറേഷൻസ് പറഞ്ഞാൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഒന്നുകൂടെ ഒന്ന് ഹരിച്ചു ഗുണിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിയാവാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കണം, പ്രാക്ടീസിനുള്ള എഫേർട്ട് എടുക്കണം. ഈ മാത്തമാറ്റിക്കൽ റീസണിങ് പഠിച്ചാൽ DI ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ശരിയാവും. ടീച്ചർ പറഞ്ഞ പോലെ ആകെ കുറച്ച് റേഷ്യോയും പെർസെന്റേജോ ആവറേജോ അറിഞ്ഞാൽ മതി. അത്രേ അറിഞ്ഞാൽ മതി. നിങ്ങൾ ആ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിൽ വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ പറഞ്ഞു തന്നു. പകുതി ചോദ്യങ്ങൾ അത് മാത്രം അറിഞ്ഞാൽ മതി. A/B × 100 എന്ന് എഴുതാൻ അറിഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നന്നായി വരട്ടെ. ഡൗട്ടുകൾ നമുക്ക് ഇനിയുള്ള സമയത്ത് ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് ഈ സെഷൻ ഉപയോഗപ്രദമായെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നിങ്ങൾ എല്ലാവരും കാത്തിരുന്നത് കണ്ടതിനൊക്കെ ഒത്തിരി സന്തോഷം. താങ്ക്സ് എവരിവൺ. ഡൗട്ട് ഉള്ളവർക്ക് റിമൈൻ ചെയ്യാം, അത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. താങ്ക്സ്.